ഏകദേശം എത്ര രൂപയാവുന്നു നിങ്ങളൊന്ന് നാട്ടിലൊന്ന് തിരക്കി നോക്കുക. തൊട്ടടുത്തുള്ള കടകളിൽ ഗാർഡനിലൊക്കെ ഒന്ന് തിരക്കി നോക്കുക. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1 കിലോ വരും. അതിൻ്റെ വില ട്രിപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവാണ്. ഇന്ന് നമ്മൾ കുറച്ച് ചെടികളുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. വീട്ടിലൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൽ കുറച്ച് കല്ലുകൾ വാങ്ങിക്കാൻ വേണ്ടി കുറേ അക്വേറിയത്തിൽ കയറിയപ്പോൾ നല്ല റേറ്റായിരുന്നു. അങ്ങനെയാണ് വില കുറവുള്ളൊരു സ്ഥലം അന്വേഷിച്ചിറങ്ങിയത്. ഇവിടെ കല്ല് മാത്രമല്ല, അതായത് ഫിഷ് ടാങ്കിൽ ഉപയോഗിക്കുന്ന കല്ല് മാത്രമല്ല, നമുക്ക് ഗാർഡനിങ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളും, ഇപ്പോൾ ഇൻഡോർ ആവട്ടെ ഔട്ട്ഡോർ ആകട്ടെ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ആദ്യം പോയത് കല്ല് വാങ്ങിക്കുന്ന സ്ഥലത്താണ്. അത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ കല്ല് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ കല്ലുകൾ കൊടുക്കുന്നുണ്ട്. പല നിറത്തിലുള്ളതും പല വലിപ്പത്തിലുള്ളതായിട്ടുള്ള കല്ലുകളാണ്, അതിൽ ചിപ്സെറ്റുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. പല ചാക്കുകളിലായിട്ട് നമുക്ക് വച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ നിൽക്കാം. ഇതുപോലെ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതൊക്കെ വഴിയെ നമുക്ക് കാണിച്ചു തരാം. ഇതുപോലെ വലിയ കല്ല് മുതൽ ചെറിയ കല്ലും വലിയ കല്ലും എല്ലാം ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു വലിയ ഗാർഡനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഇതുപോലെ പുൽത്തകടികളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മൾ കല്ലെല്ലാം മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ പെണ്ണുപിള്ള കൊച്ചിനെയും വിളിച്ചുകൊണ്ട് നേരെ അപ്പുറത്തെ സെക്ഷനിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. ചെടികളും പിന്നെ ഇൻഡോറിൽ വയ്ക്കുന്ന ചെടിച്ചട്ടികളും ഔട്ട്ഡോറിൽ വയ്ക്കുന്ന ചെടിച്ചട്ടികളും, അങ്ങനെ പല ഇനം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം മുഴുവൻ വേണം നമുക്കിവിടെ ഒന്ന് കറങ്ങി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയ ഒരു നഴ്സറിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇതെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള പല ടൂൾസുകളും നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒന്ന് കാണാം. പല അളവിനുള്ള ചെടിച്ചട്ടികൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ. പല അളവെന്ന് പറയുമ്പോൾ വളരെ ചെറിയ ചട്ടി മുതൽ വളരെ വലിയ ചട്ടികൾ വരെ, മരം വരെ, നമുക്കൊരു ചെറിയ മരം വരെ നടാൻ പറ്റുന്ന, അപ്പോൾ അലങ്കാര മരങ്ങളുണ്ടാകും വീടിനുള്ളിലൊക്കെ വയ്ക്കുന്ന അതുപോലത്തെ ചെടിച്ചട്ടികൾ വരെ ഇവിടെ ഉണ്ട്. വളരെ ലാഭവുമാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി വളരെ ലാഭമാണ് ഇവിടെ. ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ അക്സെപ്റ്റഡ് ആണ്. നമുക്ക് ക്യാഷ് അല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബോൺസായി ചെടികളുടെ വളരെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഇപ്പം കുറച്ച് ചെടികൾ നമുക്കിവിടെ പുറത്ത് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ തികച്ചും സൗജന്യമാണ് പ്രവേശനം. പിന്നെ അധികം ചെടികളുടെ ബോൺസായുടെ ഒരു കളക്ഷൻ തന്നെ ഇവർക്ക് ഇവിടെ ഉണ്ട്. അത് കാണണമെങ്കിൽ മാത്രം 40 രൂപ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറണം. അതിൻ്റെ കൂട്ടത്തിൽ ബോൺസായി ചെടികൾ മാത്രമല്ല, കുറേ അലങ്കാര വസ്തുക്കൾ കാണാൻ കഴിയും. പിന്നെ പലതരം റോസാ ചെടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന റോസാ ചെടിയുടെ കമ്പ് നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ വലിപ്പേ കാണത്തുള്ളൂ. എന്നാൽ ഇവിടെ നിൽക്കുന്ന റോസാ ചെടികളുടെ ഈ കനം കണ്ടു കഴിഞ്ഞാൽ, തണ്ടിൻ്റെ കനം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഒരു ചെമ്പരത്തി ചെടിയുടെ വലിപ്പം വരുമായിരിക്കും. നമുക്ക് ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ നടാൻ പറ്റുന്ന കുറേ ചെടിച്ചട്ടികളും അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളും ഇവിടെ ഉണ്ട്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 രൂപ മുതലാണ് ചെടികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 രൂപ മുതൽ അങ്ങോട്ട് എത്ര രൂപയ്ക്കുള്ള ചെടികളുണ്ടെന്ന് ഒരു പിടുത്തമില്ല. അമ്മാതിരി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. എൻ്റെ പെണ്ണുപിള്ള അങ്ങോട്ട് കയറിയ കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും കൊണ്ടേ ഇങ്ങോട്ട് ഇറങ്ങാറുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. നമുക്ക് സ്ഥലം എവിടെയെന്ന് അറിയട്ടെ. ഇത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബാലരാമപുരത്ത് നിന്ന് കാഞ്ഞിരംകുളത്തേക്ക് പോകുന്ന വഴിക്ക് നെല്ലിമൂട് എത്തുന്നതിന് മുന്നേ വലത്തേക്ക് കിടക്കുന്ന റോഡാണ്. ഞാൻ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ കഴിവതും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വരുമ്പോൾ നിങ്ങളൊരു കുട കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നട്ടുച്ചയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിലും മുടിഞ്ഞ വെയിലാണ്, ഒരു രക്ഷയും കാണത്തില്ല. കറുത്ത് കരിവാളിച്ച് പോകുന്ന വെയിലാണ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലുള്ള സ്റ്റോളുകളിൽ ചാടി കയറിക്കോണം വെയിലിനൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ മാത്രമേ ഇത്തിരി തണുപ്പുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അവിടെയും നമ്മളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കയറി കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കയറി കാണാൻ പറ്റും. ആരും നിങ്ങളെ നിർബന്ധിച്ച് ഒന്നും വാങ്ങിര് എന്നൊന്നും പറയാറില്ല. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഒരു ഗാർഡൻ നമുക്ക് നിർമ്മിക്കുകയാണെങ്കിൽ, വീട്ടിലൊരു ഗാർഡൻ നിർമ്മിക്കുകയാണെങ്കിൽ വേണ്ട എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോൾ ഇൻഡോറിൽ നമുക്ക് ഇതുപോലെയുള്ള പുൽമെത്തകൾ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പുൽമെത്തകളാണ് നമ്മളിപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും സ്ക്വയർ ഫീറ്റ് കണക്കിന്, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല, ഞാൻ അതിൻ്റെ വില തിരക്കിയില്ല. അപ്പോൾ എന്തായാലും പുറത്ത് കൊടുക്കുന്നതിനേയും കാട്ടിലും ലാഭത്തിനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം ഹോൾസെയിലായിട്ട് കിട്ടുന്ന, റീറ്റെയിലായിട്ടും കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള പല ഇനത്തിലുള്ള ചെടിച്ചട്ടികൾ, പല ഡിസൈനിലുള്ള, നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത മോഡൽ ഡിസൈനിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഞാൻ അന്വേഷിച്ചിടത്തോളം പുറത്ത് കൊടുക്കുന്നതിനെക്കാട്ടി നല്ല വിലക്കുറവ് തന്നെയാണ്. അപ്പം കഴിവതും നിങ്ങളിതൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള ഈ നഴ്സറികളിലും ഇതൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം, വിലയൊക്കെ ഒന്ന് ചോദിച്ചതിന്, ചുമ്മാ എന്തായാലും കയറുമ്പോൾ ഒന്ന് ചോദിക്കുമല്ലോ, അതുപോലെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഇവിടെ വന്ന് ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുക. അതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെടികൾ വാങ്ങിച്ചോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ചെടികൾക്ക് പ്രാന്തുള്ള കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പെണ്ണുമ്പുള്ള ചെടികൾ കണ്ടാൽ വിടത്തില്ല. ഡെയിലി ഇവിടെ നിന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. ഈ ചെടികളെന്ന് പറയുമ്പോൾ ഈ പൂച്ചെടികൾ മാത്രമല്ല, ഫലവൃക്ഷ തൈകളും വൃക്ഷങ്ങളടക്കം നമുക്ക് കിട്ടും. വലിയ ഈ ഡിസൈനായിട്ടൊക്കെ ഉള്ള ഈ പാന പോലെ ഇരിക്കുന്ന മരങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള മരങ്ങളും എല്ലാ ടൈപ്പ് സാധനങ്ങളും ഒരുവിധം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇതുപോലെ മറ്റൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിന്, പുള്ളി പത്തനംതിട്ടയാണ് വീട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിയ ഒരു ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഗാർഡനിങ് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പല സ്ഥലങ്ങളിൽ നിന്നും ഈ പുൽത്തകടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ല് അന്വേഷിച്ചായിരുന്നു, ഗ്രാസ് ലാൻഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എല്ലാം നല്ല റേറ്റാണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞത്. അപ്പോൾ പുള്ളി അവസാനം ഞാൻ ഇതുപോലെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു ലോറി നിറയെ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ എനിക്ക് ഈ സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ നല്ല ലാഭത്തിനായിരുന്നു പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് പുള്ളി ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്തത്. ഇത്തവണയും കല്ല് വാങ്ങിക്കാൻ പോയ ഞാൻ കുറേ ചെടികളുമായിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പം ഇതുപോലെ ധാരാളം ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പം ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. തലയിൽ കുടയൊക്കെ ചൂടി, വെയിൽ കൊള്ളാതിരിക്കുന്ന കുടയൊക്കെ ചൂടിയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് അവരുടെ അടുത്ത് കൊണ്ടുപോയി ബില്ലിന് കൊടുക്കാൻ പറ്റും. അവർ അതിൻ്റെ ബില്ലിട്ട് തരും. കൃത്യമായിട്ടുള്ള റേറ്റൊക്കെ ഇട്ടാണ് തരുന്നത്. പല സെക്ഷനായിട്ടാണ് ഇവരുടെ സ്റ്റോറുകളുള്ളത്. ഇപ്പം ഈ കാണുന്നത് ഈ വളം, പിന്നെ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോളാണ്. അതുപോലെ തന്നെ കല്ല് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട്, ഗാർഡൻ ഇതുപോലുള്ള കുളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചെടിച്ചട്ടികൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ വിൽക്കുന്നതുണ്ട്, ചെടിച്ചട്ടികൾ വിൽക്കുന്നതുണ്ട്. പിന്നെ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ വിൽക്കുന്ന ഒരു പ്രത്യേക സെക്ഷൻ, അത് ഇതിൻ്റെ പുറകുവശമാണ്. നമ്മൾ ആദ്യം കണ്ടായിരുന്നു, വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു താമരയൊക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു വലിയ കുളമുണ്ട്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ആ കാണുന്ന സാധനം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അവിടെ നിന്നും ആൾക്കാർ അതെടുത്ത് തരും. ആ ചെടി ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് തരും.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളം, വീട്ടിൽ മണ്ണ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെടി വളർത്തുന്നുണ്ടെങ്കിൽ മണ്ണ് കാണത്തില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണും നമുക്ക്, മണ്ണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചകിരിച്ചോറ് അങ്ങനെയൊക്കെ വിൽക്കുന്ന ആൾക്കാർ സ്ഥലം ഉണ്ട് ഇവിടെ. ഒരുമിച്ച് തന്നെയാണ്, അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് വരാൻ എളുപ്പമുണ്ട്. അപ്പം ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്കും ലാഭമാണെന്ന് തോന്നുകയാണെങ്കിൽ, നെയ്യാറ്റിങ്കര ഭാഗത്തെങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇവിടെ വന്ന് ചെടികൾ വാങ്ങിക്കുക. ഇതൊരു കുഴിക്ക് അകത്ത് ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കുഴിപ്പള്ളം എന്ന് പറയുന്ന ഒരു പേര് വന്നത്. ഇതിൻ്റെ 4 വശങ്ങളിലും പൊക്കം കൂടിയ സ്ഥലമാണ്. ഇതിൻ്റെ നടുക്കാണ് ഈ കുഴിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലും എത്തിക്കാനും മറക്കണ്ട. ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടായിരുന്നു. ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലെ കല്ല്, പിന്നെ കുറച്ച് ഐറ്റംസ്, ചെടികൾ അങ്ങനെയൊക്കെ ഉള്ള വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഒരു സാധനങ്ങളുടെ വില കേട്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെയും കാട്ടി നല്ല കുറവുള്ള എമൗണ്ടാണ് അവിടെ ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊന്ന് കാണിച്ചു തരാം, എന്നാൽ ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ, വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള സാധനങ്ങൾ. ഒരു 10 കിലോ കറുത്ത കല്ല് എടുത്തായിരുന്നു. 10 കിലോ കറുത്ത കല്ലും പിന്നെ ഒരു വെള്ള കുറച്ച് കല്ലും. ആദ്യം അത് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ കൂടെ ഏകദേശം എത്ര രൂപയാവുന്നു നിങ്ങളൊന്ന് നാട്ടിലൊന്ന് തിരക്കി നോക്കുക. തൊട്ടടുത്തുള്ള കടകളിൽ, ഗാർഡനിലൊക്കെ ഒന്ന് തിരക്കി നോക്കുക. അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 രൂപയാണ്. 90 രൂപയാണ് ഇത്രയും സാധനത്തിനും കൂടെ നമുക്ക് കിട്ടിയത്. ഒരു കിലോ വരും. എൻ്റെ വില